ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഒരു വിശേഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. 20th വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ആനിവേഴ്സറി ബോയ് എവിടെ എന്നല്ലേ, ഏട്ടന് ഇന്ന് ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിംഗ് ഫ്രം ഓഫീസ് ആയതുകൊണ്ട് ഓഫീസിൽ പോയി വന്നു. പക്ഷെ വേറെ ഒരു കാര്യത്തിന് പുറത്ത് പോകണമായിരുന്നു. ഐ തിങ്ക് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വരുമായിരിക്കും. ഇപ്പം 7-7:15. അപ്പം ഞാൻ ഒരു കുട്ടി കുറച്ച് സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും തിരിച്ച് വന്നിട്ടായിരിക്കും ആ പരിപാടികളൊക്കെ. ആക്ച്വലി ഒരു 1 സർപ്രൈസ് പ്ലാൻ ചെയ്തത് ശരിക്കും ഫ്ലോപ്പായിരിക്കുകയാണ്. അതിനി പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും ആ സർപ്രൈസ് എന്താ പറയുക പോസിബിൾ ആവുന്നത്. അത് നോക്കാം. അപ്പോൾ ഉള്ള സമയം കൊണ്ട് കുറച്ച് കുട്ടി കാര്യങ്ങൾ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഒരു സിമ്പിൾ ഒരു ചിക്കൻ കറിയും പിന്നെ എന്തെങ്കിലും റോട്ടി അല്ലെങ്കിൽ നാൻ ഫ്രോസൺ ഉണ്ട്, അത് ചൂടാക്കാം. അത്രയുള്ള ഡിന്നറിന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി സർപ്രൈസും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ചിക്കൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം മേടിച്ചത് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഓണിയൻ മോൾക്കുട്ടി കട്ട് ചെയ്ത് തന്നു. ഇവിടെ ഞാൻ ഇത്തിരി തേങ്ങാക്കൊത്ത് ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. ഒന്ന് ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് പരുവത്തിൽ ഉണ്ടാക്കാനാണ് വിചാരിക്കണത്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ആദ്യം ഫ്രൈ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് സവാളയൊക്കെ വഴറ്റിയിട്ട് നമുക്കൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. മാളു ക്യാൻഡിൽസൊക്കെ കത്തിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴന്ന് വന്നപ്പോൾ കോക്കനട്ട് ചങ്ക്സും ഞാൻ നേരത്തെ വറുത്ത് കോരിണ്ടായിരുന്നില്ലേ, അതും ഇട്ടു. ഇനി ലാസ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചിക്കനിൽ ഓൾറെഡി മസാല ഉള്ള കാരണം ഞാൻ ഓണിയനിലൊന്നും ഇട്ടില്ല. പിന്നെ കുക്കായതിന് ശേഷം എരിവ് നോക്കിയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചിക്കൻ അവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. മീൻവൈൽ ടേബിളൊക്കെ ഞങ്ങളൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏട്ടൻ തന്നെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്ന ചീസ് കേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വിളിച്ചു ഇറങ്ങിയോ അവിടുന്ന് എന്ന് ചോദിക്കാൻ. 9 o'clock ആവും എന്നാണ് പറഞ്ഞത്. ഇവിടെയും ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് മാളു. സമയം 8:30 ആയി കണ്ടോ, എന്നിട്ടും വിളിച്ചുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീസൺ. ഇനി അങ്ങോട്ട് ഒരു 10-10:30 വരെയും അത്യാവശ്യം വെളിച്ചുണ്ടാവും. ഏട്ടൻ ഇപ്പോഴാണ് വരണത്. ഇപ്പം എത്ര മണിയായി? 9-9:30 ആവാറായി അല്ലേ. എൻ്റെ സർപ്രൈസുകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ബെല്ലടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. എത്ര ലേറ്റ് എത്ര നേരം ഇവിടെ നോക്കി നിൽക്കുന്നു പറയും. ഞങ്ങൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എത്ര നേരം ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാന്ന് അറിയാം. വന്നിട്ടുണ്ടല്ലോ. കൊറിയർ വന്നത് ഞാൻ കണ്ടു, മാളു അത് ഒളിപ്പിച്ച് വെക്കണത് ഞാൻ കണ്ടു. ഉച്ചക്ക് തൊട്ട് അവള് ഒളിപ്പിച്ച് വെച്ചിരിക്കുക എന്താണെന്ന് തുറക്കാൻ വേണ്ടി. ഹാപ്പി ആനിവേഴ്സറി. പ്ലാൻ ചെയ്തത് വേറെ പലതായിരുന്നു, പക്ഷെ ഇങ്ങനെ ആയിപ്പോയി. ഹെഡ്ഫോൺസ് ഞാനിത് പെട്ടെന്ന് തുറക്കാനുള്ള ഒരു തത്രപ്പാടില്ല, എന്നെ കോൺസെൻട്രേഷൻ കളയല്ലേ. തുറക്ക്. Oh my God. കണ്ടോ? I love you for always and forever. ഓ അതിപ്പുറത്തുണ്ടല്ലോ, അത് കണ്ടില്ലേ? Oh, thank you very much. Thank you very much. Nice.
സൂപ്പർ. ഓക്കെ അപ്പൊ സെലക്ഷൻ ഒക്കെ പുരോഗമിച്ച് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? വെരി ഗുഡ്. ഇല്ലാത്ത കളറല്ല, ആ എപ്പോഴും ബ്ലാക്ക്, ബ്ലൂ, ഡാർക്ക് കളേഴ്സ് കണ്ട് ഇതൊക്കെ ലൈറ്റ് ആകാന്ന് വിചാരിച്ചു. അടിപൊളി. ഇവിടെ പിന്നെ Thank you, കുട്ടീസിനും ജമ്പേഴ്സിനൊന്നും എത്ര മേടിച്ചാലും എന്താ പറയാ എപ്പോഴും ആവശ്യം വരുന്ന ഒരു സാധനമാണ്. അതെ ഈ കട്ടിയില്ല സംഭവം കൂടെ. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി ഗൈസ്. താങ്ക് യു മാളൂസ്. നമുക്ക് മുടി മാറ്റണ്ടേ? 20 വർഷത്തിന് ശേഷം രണ്ടാമത് താലി കിട്ടി ഗൈസ്. അല്ല മറ്റേ പാട്ട് ഏതാ? കല്യാണത്തിന് പാടുന്ന പാട്ട്. സൂപ്പർ, അടിപൊളി. നല്ല രസമുണ്ട് കാണാൻ. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് കാര്യപരിപാടികളിലേക്ക് കടക്കാം. ടപ്പെന്ന് ശബ്ദം വരില്ലേ? ആ കോർക്ക്. ചിലപ്പോ തിരക്കും. Happy 20 years. ചീസ് കേക്ക് അടിപൊളിയായിട്ട്. ഞങ്ങൾ ഫുള്ള് കേക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് പ്രിഫർ ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ കഴിച്ചു തീർക്കും. അതുകൊണ്ട് ചെറിയ പീസ് മേടിച്ച് അത്രയല്ലേ കഴിക്കുള്ളൂ. ആനിവേഴ്സറി വക നിങ്ങൾക്ക് മുറി. അപ്പോൾ ഞങ്ങളുടെ ഡിന്നറും റെഡിയായി. പൊറോട്ട ആൻഡ് ചിക്കൻ കറി. ഇതാണ് ഞങ്ങളുടെ 20th ആനിവേഴ്സറി സെലിബ്രേഷൻ. ഒരു കുട്ടി സെലിബ്രേഷൻ. ഞങ്ങളെല്ലാം കുട്ടി കുട്ടി സെലിബ്രേഷൻസ് തന്നെയാണ്. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചിലപ്പോൾ ഒരു മൂവിയൊക്കെ കണ്ടിട്ട് ആണ് ഇന്ന് കിടക്കുക. കാരണം നാളെ ഗുഡ് ഫ്രൈഡേ ആണ്. അപ്പോൾ നാളെ ഹോളിഡേ ആണ്. 4 ദിവസം ഓഫ് ഉണ്ട്. അതെ, 4 ദിവസം അവധിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ സെലിബ്രേഷൻസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Good night. Ta-da.